ടിപ്സ് ഓർ ഹെൽത്തി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. പ്രകൃതി നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു ഒറ്റമൂലിയാണ് നാരങ്ങ. നാരങ്ങയിൽ വൈറ്റമിൻ സി ധാരാളമുണ്ട്. നമ്മൾ ഓൾറെഡി നാരങ്ങ വെള്ളത്തെക്കുറിച്ചൊക്കെയുള്ള വീഡിയോയിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നാരങ്ങ വെള്ളം 0 കലോറി എനർജി ഡ്രിങ്കാണ്. അതായത് ശരീരഭാരം കുറയ്ക്കാനും കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതിനെയൊക്കെ തടയാനും നാരങ്ങ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. അല്പം ശുദ്ധമായ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത്, ഞാൻ പ്രത്യേകം പറയുകയാണ് ശുദ്ധമായ മഞ്ഞൾപ്പൊടി എന്നുള്ളത് കൂടി ചേർത്ത് നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കുന്നത് ശരീരത്തിൻ്റെ വിഷാംശം പൂർണ്ണമായി നീങ്ങുന്നതിന് മാത്രമല്ല, ഒട്ടേറെ ഗുണങ്ങൾ വേറെയുണ്ട്. തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ല ഒന്നാണ് നാരങ്ങ വെള്ളം. നമുക്ക് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാത്ത കൺഫ്യൂസ്ഡായ അവസ്ഥകളൊക്കെ വരുമ്പോൾ ഫ്രഷായിട്ട് അതൊക്കെ ഒന്ന് മാറാനായിട്ട് നല്ലതാണ് നാരങ്ങ വെള്ളം ഈ രീതിയിൽ കുടിക്കുന്നത്. പിത്താശയ കല്ലിനെ അലിയിച്ച് കളയാനായിട്ട് പറ്റിയൊരു മാർഗ്ഗമാണ് നാരങ്ങ വെള്ളം മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിക്കുന്നത്. കോൺസ്റ്റിപ്പേഷൻ മൂലം ബുദ്ധിമുട്ടുന്നവർക്കും പ്രമേഹമുള്ളവർക്കുമൊക്കെ നല്ലൊരു പാനീയമാണിത്. മദ്യപാനം മൂലമോ അതുപോലെ തന്നെ മരുന്നുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലമോ ഒക്കെ കരളിലുണ്ടാകുന്ന ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിന് ഗുണം ചെയ്യുന്ന ഒന്നാണിത്. പ്രകൃതിദത്തമായ 2 ചേരുവകളാണ് അതായത് നാരങ്ങ നീരും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും. നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ സിമ്പിളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണത്. അപ്പോൾ നമ്മുടെ നാരങ്ങ വെള്ളത്തിലേക്ക് ഒരു നുള്ള ശുദ്ധമായ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ് വേണ്ടത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നാരങ്ങ വെള്ളത്തിൽ നമ്മൾ പഞ്ചസാര ചേർക്കരുത്. മധുരം നിർബന്ധമാണെങ്കിൽ, അതേപോലെ തന്നെ വണ്ണം കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് വേണമെങ്കിൽ തേൻ ചേർത്ത് കുടിക്കാവുന്നതാണ്. രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ എല്ലാവർക്കും ഇത് ഇഷ്ടമാകണമെന്നില്ല. എല്ലാവർക്കും ചായ കുടിക്കാൻ ഇഷ്ടമാകുന്നവരാണ് കൂടുതൽ പേരെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഫുഡിന് ഒരു 45 മിനിറ്റ് മുൻപായിട്ട് കഴിക്കുക. അങ്ങനെ ചെയ്താലും മതിയാകും. എനിക്ക് രാവിലെ ചായ കുടിക്കാനൊക്കെ വളരെ ഇഷ്ടമുള്ളതാണ്. ഞാൻ എന്നാലും ഇടയ്ക്ക് നെല്ലിക്ക വെള്ളമൊക്കെ കുടിക്കാറുണ്ട്. നെല്ലിക്ക ഇട്ട് വെച്ചിട്ട് തലേദിവസം ഇട്ട് വെച്ചിട്ട് അത് കുടിക്കാറുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വൈറ്റമിൻ സി കൂടുതലുള്ള ഒന്നാണ് ലൈം ജ്യൂസ്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ സി ഡ്രിങ്ക്സ് ഒരു ഗ്ലാസ്സിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല എന്നാണ്. അമിതമായി കഴിഞ്ഞാൽ അമൃതം വിഷം എന്നാണല്ലോ. സിട്രിക് ആസിഡ് കൂടുതലടങ്ങിയ ഒരു ഫ്രൂട്ടാണ് നാരങ്ങ. അപ്പോൾ അത് കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല. വൈറ്റമിൻ സി കൂടുതൽ നമ്മുടെ ശരീരത്തിലെത്തിയാൽ അയൺ അബ്സോർപ്ഷൻ കൂടുതലായിട്ട് നടക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ജോയിൻറ്റ് പെയിൻസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, വൃക്ക രോഗികൾ നാരങ്ങ വെള്ളം ഒഴിവാക്കുക എന്നുള്ളതാണ്. നാരങ്ങ വെള്ളത്തിൽ ഹൈ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളതിനാലാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നാരങ്ങ വെള്ളത്തെക്കുറിച്ച് പലർക്കും പല സംശയങ്ങളുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ അക്കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും അതുപോലെ ഫാമിലി മെമ്പേഴ്സിനും ഇതൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ആരും മറക്കരുത്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്കൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.